ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട് ഓർഗനൈസ് ആയിട്ടിരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് കേട്ടോ. നമ്മുടെ വീട് നല്ല ഭംഗിയിലും ഒതുക്കത്തിലും ഇരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അതുപോലെ തന്നെ അത് നല്ല നീറ്റായിട്ടിരിക്കണം. ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും നമുക്കതിന് സാധിക്കാറില്ല. ചിലപ്പോൾ കുറേ കുട്ടികളുള്ളത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മളുടെ തിരക്കുകൾ കൊണ്ടായിരിക്കാം. എന്തൊക്കെ റീസൺസ് ആണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ വീട് വൃത്തിയായി ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ നമുക്ക് പറ്റാറില്ല. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, അതിനുള്ള സിമ്പിൾ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും അത് ചെയ്യാൻ വേണ്ടി നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും. വീട് ഓർഗനൈസ്ഡ് ആക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ സ്ട്രെസ്സ് ഒത്തിരി അങ്ങ് കുറയും. പലപ്പോഴും നമ്മളൊരു ജോലിക്ക് ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ വീടൊന്ന് ഒതുക്കിയിട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നീറ്റ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു കോർണറിൽ എപ്പോഴും അയ്യോ ആ പണി തീർത്തിട്ടില്ലല്ലോ, ആ വീട് അത്ര നന്നായിട്ടല്ലല്ലോ കിടക്കുന്നത്, പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ വീട് ആകെ കുളമാണല്ലോ, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും നമ്മളൊരു ജോലി ചെയ്യാനിരിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ മാറി നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലിയറായി നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ പറയാവുന്നതാണ്, അതായത് നമ്മുടെ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. കാര്യം എന്താ, നേരത്തെ പറഞ്ഞ പോലെ വീടൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ ക്ലീനിങ് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു സാധനം പെട്ടെന്ന് എടുക്കണം, ഒരാൾക്കൊരു ആവശ്യം വന്നു, നമുക്ക് വീട് ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്കറിയാം ആ സാധനം കറക്റ്റ് എവിടെ ഇരിക്കുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നേരെ മറിച്ച് നമ്മളൊരു മെസ്സി ഹൗസിലാണ് ഇരിക്കുന്നത്, കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു മണിക്കൂർ തപ്പിയാലാണ് ആ ഒരു സാധനം കിട്ടുള്ളൂ. അതുപോലെ നമ്മളിപ്പോൾ സാധനങ്ങൾ ഒതുക്കി വെക്കുകയാണെങ്കിലും അതിന് കറക്റ്റായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് പറയാം ഇന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. അല്ലെങ്കിൽ വേറൊരു പണി നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ പോലും നമുക്ക് കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, ഇതാണ് ചെയ്യേണ്ടത്, ഇതിവിടെയാണ് വെക്കേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ വീട്ടിലെ സാധനം എവിടെയാണ് വെക്കേണ്ടതെന്ന് നമുക്കറിയില്ലെങ്കിൽ നമ്മളെങ്ങനെ മറ്റുള്ളവരെ ആ പണി ഏൽപ്പിക്കും? അപ്പോൾ അങ്ങനെ ഒരുപാട് സമയം ലാഭിക്കാനും നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് സാധിക്കും. അടുത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമ്മുടെ ഓരോ മുറിയും നമ്മുടെ മൊത്തത്തിലുള്ള വീട്ടിൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആരൊക്കെയാണോ ആ വീട്ടിലുള്ളത് അവരുടെ ഓരോരുത്തരുടെയും പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നു. ഇപ്പം നമ്മൾക്ക് തന്നെയാണെങ്കിലും നമ്മളുടെ ജോലികളാണെങ്കിലും കുട്ടികളുടെ പഠിത്തത്തിലാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് നമ്മളുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഈ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തൊരു ബെനിഫിറ്റാണ്, നമ്മുടെ കാശ് നമുക്ക് ലാഭിക്കാൻ പറ്റും. നമ്മൾ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലോട്ട് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ നമ്മളത്ര താല്പര്യപ്പെടില്ല. കാരണം നമുക്കറിയാം ഒത്തിരി സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഹൗസ് മെസ്സി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ലിമിറ്റ് ഇട്ടിട്ടേ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുള്ളൂ. അതൊരു ഗുണം. ഇപ്പോൾ നമ്മളുടെ കിച്ചൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എല്ലാ മാസവും നമ്മൾ കറക്റ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കി സാധനങ്ങൾ വാങ്ങുന്നത്. അതുപോലെ ഷോപ്പിങ്ങിന് മുന്നേ നമ്മൾ നമ്മുടെ പാൻട്രിയൊക്കെ ചെക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ നോക്കി കറക്റ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ ഒരിക്കലും വാങ്ങിക്കില്ല. അതുപോലെ നമ്മുടെ സ്റ്റേഷനറി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ടാണെങ്കിൽ നമുക്കൊരു സാധനം തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. മെസ്സി ആയിട്ടുള്ളൊരു സ്ഥലത്താണെങ്കിൽ ആ ഒരു ഐറ്റം ചിലപ്പം വേറെ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. അപ്പോൾ പിന്നെയും നമ്മളിത് കാണാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും പോയി ആ സാധനം വാങ്ങിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ നന്നായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ പൈസ ലാഭിക്കാൻ തീർച്ചയായും പറ്റും. അടുത്തൊരു ഗുണമാണ്, നമ്മുടെ റിലേഷൻഷിപ്സ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഈ വീട് ഓർഗനൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാം? അതും കണക്റ്റഡ് ആണ്. അതായത് നമ്മളുടെ വീട് ഒരു പീസ്ഫുൾ കാമർ അറ്റ്മോസ്ഫിയറിലോട്ട് നീങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ സമയം കിട്ടുമ്പോൾ നാച്ചുറലി നമ്മുടെ വീട്ടിലെ ആൾക്കാർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് കുറച്ചും കൂടി പീസ്ഫുൾ ആയിരിക്കും. നേരെ മറിച്ച് നമ്മുടെ മെസ്സി ഹൗസ് ക്ലീൻ ചെയ്ത് നമുക്ക് വട്ടായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മളുടെ ആ സ്ട്രെസ്സ് നമ്മളുടെ കുട്ടികളുടെ അടുത്തും ഹസ്ബൻഡിൻ്റെ അടുത്തും ഒക്കെ കാണിക്കും. നാച്ചുറലി ആ റിലേഷൻഷിപ്പ് അത്ര നന്നായിരിക്കില്ല. നേരെ മറിച്ച് നമ്മൾ മൊത്തത്തിലൊരു കാം അറ്റ്മോസ്ഫിയറിലിരിക്കുകയാണെങ്കിൽ കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും.
അതുപോലെ നമ്മളുടെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഇമ്പ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളായി മാറുവാണെങ്കിൽ എന്തായാലും നമ്മളത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും കുറച്ച് റുട്ടീൻസ് ഫോളോ ചെയ്യാതെ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ ഒന്ന് വീട് ഓർഗനൈസ് ചെയ്തു, അത് ഒരു ദിവസം ചെയ്യേണ്ട കാര്യമല്ലല്ലോ. നമ്മളത് പയ്യെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾക്ക് ഡെയിലി ചെറിയ ചെറിയ ഹാബിറ്റ്സ് നമുക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളൊരു മെസ്സി പേഴ്സണിൽ നിന്ന് നമ്മളൊരു ഓർഗനൈസ്ഡ് പേഴ്സണായി മാറുമ്പോൾ എന്തായാലും നല്ല റുട്ടീൻസും ഹാബിറ്റ്സും ഒക്കെ ഉണ്ടായി മാറണം. ഈ ഹാബിറ്റ്സും റുട്ടീൻസും നമ്മുടെ ലൈഫിലോട്ട് വരുന്നതോടുകൂടി നമ്മുടെ ലൈഫിനൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഫാമിലി മെമ്പേഴ്സിനെ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട് കുറേ കൂടി ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ അവർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. നമുക്ക് കറക്റ്റായിട്ട് അവരെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കുട്ടികളോട് പറയാം, എന്തെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ കറക്റ്റ് അവിടെ പോയി ഇന്നത് എടുക്കൂ. അതുപോലെ നമുക്കിപ്പോൾ അവരെ കൊണ്ട് അവരുടെ ഡ്രസ്സ് മടക്കി വെപ്പിക്കണം. അവർക്ക് കറക്റ്റായിട്ടൊരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഡയറക്റ്റ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ കബോർഡ്, ഇത് മടക്കിയിട്ട് ഈ ഡ്രസ്സ് ഇവിടെയാണ് വെക്കേണ്ടത്. അപ്പോൾ കുറേയും കൂടി അവരെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ നമ്മൾ ഓർഗനൈസ്ഡ് ആവുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. അടുത്തൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കൂടുതൽ സ്പേസ് ഉണ്ടാവുന്നു. ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. അതായത് നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ അത്യാവശ്യമുള്ളതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവുന്നു. ബാക്കി സ്ഥലം ഫ്രീ ആയി കിട്ടുന്നു അല്ലേ. അപ്പോൾ കൂടുതൽ എല്ലാ റൂമിലും, നമ്മുടെ ലിവിങ് റൂമിലാണെങ്കിലും ബെഡ്റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്നു. ഇതൊന്നും കൂടാതെ തന്നെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ഓർഗനൈസ്ഡ് ആവുന്നതിലൂടെ നമുക്ക് കിട്ടും. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക എന്നുള്ളത് പയ്യെ നമ്മളൊരു ഓർഗനൈസ്ഡ് ലൈഫ് സ്റ്റൈലിലോട്ട് ആവുന്നതിലൂടെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇതൊരിക്കലും ഒരു ഓവർനൈറ്റ് പ്രോസസ്സല്ല. ഇത് നമ്മളുടെ ഒരു ഹാബിറ്റ്സ്, റുട്ടീൻസ്, പിന്നെ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ്, ഇതൊക്കെ അനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. അതായത് നമുക്കൊരു ഓർഗനൈസ്ഡ് പേഴ്സൺ ആവണം. ഓരോ ദിവസവും എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതൊരു ഓവർനൈറ്റ് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ സമയാനുസരിച്ച് ചെറിയ ചേഞ്ചസ് കൊണ്ടുവരിക. ഒറ്റയടിക്ക് നമുക്ക് എല്ലാം കൂടി അങ്ങ് ഓർഗനൈസ്ഡ് ആക്കി എടുക്കാനൊന്നും പറ്റില്ല. നല്ല ഹെൽത്തി റുട്ടീൻസൊക്കെ ഫോളോ ചെയ്ത് നമ്മുടെ സമയത്തിനനുസരിച്ച് ഓരോ റൂമിലും അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു റൂമിൻ്റെ ഒരു കബോർഡിൻ്റെ ഒരു ഏരിയ വെച്ചിട്ട് മാത്രം ചെയ്താൽ മതി. ആ ഒരു അച്ചീവ്മെൻറ്റ് തന്നെ നമുക്ക് അടുത്തൊരു ഏരിയ ചെയ്തെടുക്കാനുള്ളൊരു മോട്ടിവേഷനായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹോം ഓർഗനൈസ് ആക്കുന്നതിൻ്റെ കുറച്ച് ഗുണങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ എങ്ങനെ സിമ്പിളായിട്ട് സ്റ്റെപ്സിൽ കൂടെ നമുക്ക് നമ്മുടെ വീട് ഓർഗനൈസ്ഡ് ആക്കിയെടുക്കാം എന്നാണ് ചെയ്യാൻ പോകുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും സ്റ്റാർട്ട് സ്ലോ, അതുപോലെ ചെറിയ സ്റ്റെപ്സിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാം. ഇപ്പം വേറെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരുപാട് ഓർഗനൈസ്ഡ് സ്പേസസ് ഒക്കെ കാണുമ്പോൾ നമ്മളോട് തന്നെ നമുക്ക് മാത്രം എന്താ ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഒക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും ഡിഫറെൻ്റാണ്, ഓരോരുത്തരുടെ സിറ്റുവേഷനും ഡിഫറെൻ്റാണ്. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് നമ്മളുടെ ലൈഫിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നമ്മളുടെ സിറ്റുവേഷനെ എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും, തലേ ദിവസത്തെ മുന്നത്തെ ആഴ്ചയിൽ മുന്നത്തെ മാസത്തിൽ നിന്നും ഈ മാസം എങ്ങനെ നമുക്ക് ഡിഫറെൻ്റായിട്ട് ചിന്തിച്ചിട്ട് ഡിഫറെൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുക. അല്ലാതെ വെറുതെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഒരു ചെറിയ ചേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.